മുഹമ്മ മദർ തെരേസ ഹൈസ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് ജില്ലാ ഭരണകൂടം പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു. വിശുദ്ധ ചാവറ പിതാവിന്റെ ദീർഘവീക്ഷണവും ഭാഷാസ്നേഹവുമാണ് അനേകർക്ക് വെളിച്ചമാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പിറവിയേകിയത്. CMI സഭയുടെ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിഡൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ തുണ്ടുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമാധ്യാപകരായ ത്രേസ്യമ്മ ആന്റണി, PA ജെയിംസ് കുട്ടി എന്നിവരെ സിനിമാതാരം അനൂപ് ചന്ദ്രൻ ആദരിച്ചു. ഫോട്ടോ അനാച്ഛാദനം റവറന്റ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി നിർവഹിച്ചു. ഗായകൻ മാസ്റ്റർ ഋതുരാജ് കലാവിരുന്ന് ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഡോക്ടർ സാംജി വടക്കേടം, റവറന്റ് ഡോക്ടർ ഷാജി എണേക്കാട്, ഫാദർ ജോസഫ് കുറുപ്പശ്ശേരി, ഫാദർ സനീഷ് മാവേലിൽ, ഫാദർ സാനു വലിയ വീട്, ത്രേസ്യമ്മ ആന്റണി, PA ജെയിംസ് കുട്ടി, PTA പ്രസിഡന്റ് CP ദിലീപ്, പഞ്ചായത്ത് അംഗം V വിഷ്ണു, M രാജി, അനിൽ മാത്യു, PS ദേവിനന്ദന, KJ കുര്യൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇഷ്യൂസ് പല ഹെൽത്ത് ഇഷ്യൂസും അറിയാതെ ഇതുകൊണ്ട് കയറി നടക്കുന്ന കുട്ടികൾ ഒക്കെ ഉള്ളൊരു സമുദായമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ തലമുറയാണ് ചെയ്തത്. നമ്മുടെ ആലപ്പുഴ സ്കൂൾ ടോട്ടൽ എക്സസ് പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഒരു 60-ഓളം കുട്ടികൾക്ക് 2500 സപ്പോർട്ട് കൊടുക്കാനാണ് സാധിക്കും. നമ്മൾ പഠനത്തിൽ മികവായിട്ട് നിൽക്കുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ PMOയുടെ തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ എടുക്കുന്നത് ഈ കുട്ടികൾക്ക് ശാരീരിക പ്രയാസങ്ങളുണ്ട്. പലർക്കും ഓപ്പറേഷനുകളുടെ കണ്ണിൻ്റെ ഓപ്പറേഷനുകളുടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷനുകളുടെ ആവശ്യമുള്ള കുട്ടികളെയൊക്കെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകളൊക്കെ നമ്മൾ ക്രമീകരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ നമ്മുടെ മറ്റൊരു ക്രമീകരണം ചെയ്യുന്ന ASIO ആലപ്പുഴ സ്റ്റുഡൻസ് ഇന്നോവേറ്റീവ് യൂണിറ്റിയാണ്. നമുക്കറിയാവുന്നത് നമ്മുടെ ജില്ല കേരളത്തിൻ്റെ 14 അപേക്ഷയൊക്കെയാണ്. ബാക്ക്വേർഡ് ജില്ലയാണ്. ായിട്ടും എഡ്യൂക്കേഷൻ ബേസ് ബാക്ക്വേർഡ് ജില്ലയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ നമുക്ക് തിരുവനന്തപുരത്ത് പഠിക്കുന്ന കുട്ടികളോ, എറണാകുളത്ത് പഠിക്കുന്ന കുട്ടികളോ, തൃശ്ശൂർ പഠിക്കുന്ന കുട്ടികളോ, കോഴിക്കോട് പഠിക്കുന്ന കുട്ടികളുടെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ